ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ആദ്യത്തെ ചോദ്യം: വെറും സദ്യ ഉണ്ണൽ മാത്രമല്ല ഓണം, ഓണാഘോഷമാണ് പ്രധാനം. എന്താകാം ഈ പ്രസ്താവന കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് കൂട്ടുകാരെ? അത്തം മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഓണം. സദ്യയുണ്ണൽ ആ ആഘോഷത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഓണക്കോടിയും പൂക്കളമൊരുക്കലും തുമ്പിത്തുള്ളലും തിരുവാതിരക്കളിയും കളിത്തട്ടുമൊക്കെയായി കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉൾപ്പെട്ട കൂട്ടായ്മയുടെ ആഘോഷമാണ് ഓണം. വീട്ടുകാർക്ക് മാത്രമല്ല, അവിടുത്തെ വേലക്കാർക്കും ആശ്രിതർക്കുമെല്ലാം സന്തോഷത്തിൻ്റെ നാളുകളാണ് ഓണം. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഓണം എന്ന് പറയുന്നത് വെറും സദ്യ ഉണ്ണൽ മാത്രമല്ല, ഒരുപാട് ആഘോഷങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ് സമ്പൽ സമൃദ്ധിയും കാര്യങ്ങളും ഒക്കെയുള്ള ഒന്നാണ് ഓണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത്: സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ബാലഗംഗാധര തിലകൻ്റെ ഈ വാക്കുകളുടെ പ്രസക്തി എന്താണ് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ ഇവിടെ പറയുന്നത്? സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന വരികളാണിവ. പ്രായത്തിനോ ആയുധങ്ങൾക്കോ അഗ്നിക്കോ തൻ്റെ ഉള്ളിലെ സ്വാതന്ത്ര്യമോഹം ഇല്ലാതാക്കാനാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. സ്വാതന്ത്ര്യം തൻ്റെ ജന്മാവകാശമാണ് എന്നുറക്കെ പറയുന്നതിലൂടെ ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല സ്വാതന്ത്ര്യമെന്നും അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും അവകാശമാണെന്നും അടിവരയിട്ട് പറയുകയാണ് അദ്ദേഹം. ജനങ്ങളെ സ്വാതന്ത്ര്യബോധം ഉണർത്താനും അതിനുവേണ്ടി പോരാടാനും പ്രാപ്തരാക്കാൻ തക്ക ശക്തിയുള്ളതായിരുന്നു ഈ വാക്കുകൾ. ഇനി അഭിപ്രായക്കുറിപ്പാണ്: ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ കൊടിയ ദുഃഖത്തിലും നിരാശയിലുമാണെങ്കിലും വീട്ടിലെത്തിയ അപരിചിതന് അഭയം നൽകുന്ന സ്ത്രീ മനുഷ്യനന്മയുടെ ഉത്തമ മാതൃകയാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. എന്താണ്? ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ കൊടിയ ദുഃഖത്തിലും നിരാശയിലുമാണെങ്കിലും വീട്ടിലെത്തിയ അപരിചിതന് അഭയം നൽകിയ സ്ത്രീ മനുഷ്യനന്മയുടെ ഉത്തമ മാതൃകയാണ്. ഗോവർദ്ധന് അവർ അഭയം നൽകി എന്നത് ഇതിന് ഉദാഹരണമാണ്. ആദ്യം ഭയന്നുവെങ്കിലും അവൾ അയാൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും നൽകി. ഭർത്താവ് നഷ്ടപ്പെട്ട സങ്കടത്തിലും അഭയാർത്ഥിയായി വന്ന ഗോവർദ്ധനെ അവർ സംരക്ഷിക്കുന്നു. കൊടിയ ദുരിതങ്ങൾക്കിടയിലും നന്മയുടെ കണിക അവളുടെ ഉള്ളിൽ കെടാതെ എരിയുന്നുണ്ട് എന്ന് നമുക്ക് ഈ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാം. ഇനി വാക്യഭംഗിയാണ്: രാത്രിയുടെ നേരിയ തണുപ്പ് ആ നിരപരാധികളുടെ ദുരിതങ്ങൾക്ക് മീതെ കൂടി അവരെ തണുപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ട് ഇഴഞ്ഞു. അവശേഷിച്ച വിരലുകളിൽ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ടു പോയി. ഈ വാക്യങ്ങളിലെ ആകർഷകമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്യാനാണ് പറഞ്ഞത്. ഗ്രാമവാസികൾ നേരിടേണ്ടി വരുന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു. നിരപരാധികളായ ജനങ്ങളുടെ ദുരിതങ്ങളും വേദനകളും മനസ്സിലാക്കിയിട്ടെന്ന പോലെ അവരുടെ സങ്കടങ്ങളെ തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇഴഞ്ഞു നടക്കുകയായിരുന്നു. രാത്രിയുടെ ആ നേരിയ തണുപ്പ് ദുരിതങ്ങൾ കൊണ്ട് ചൂടുപിടിച്ച ഗ്രാമവാസികളുടെ ജീവിതത്തിൽ അല്പമെങ്കിലും ആശ്വാസമേകാൻ രാത്രിയുടെ തണുപ്പിന് കഴിഞ്ഞിട്ടുണ്ടാകാം എന്ന് നമുക്ക് പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാം. കമ്പനിയുടെ ചൂഷണങ്ങളിൽ നിന്നും കൊടിയ പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടാനായാണ് ഗ്രാമത്തിലെ നെയ്ത്തുകാർ തള്ളവിരലുകൾ മുറിച്ചു കളഞ്ഞത്. തള്ളവിരൽ നഷ്ടപ്പെട്ട ജനങ്ങൾ നെയ്ത്തുജോലി ഉപേക്ഷിച്ച് മറ്റു തൊഴിലുകൾ ചെയ്യേണ്ടി വന്നു. അവശേഷിച്ച വിരലുകളിൽ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ടു പോയി എന്ന വാക്യത്തിലൂടെ കമ്പനിയുടെ നിരന്തരമായ പീഡനം കാരണം സ്വന്തം തൊഴിലായ നെയ്ത്തുപേക്ഷിച്ചു ദുരിതങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക് കാണാം. കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നതിന് പകരം ഇത്തരം പ്രയോഗങ്ങളിലൂടെ ചുരുക്കി പറയുമ്പോൾ അവ നമ്മുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിയുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനും കൂടെ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.